ഹായ് ഗായ്സ്, അപ്പം നമ്മളൊരു സ്ഥലം വരെ പോവാണ്. ഇപ്പോൾ ടൈം 5:45. ഫ്രഷായി മാറ്റലൊക്കെ കഴിഞ്ഞ് നമുക്ക് മേക്കപ്പും കൂടി ഒന്ന് ഇടാണ്ട് നമുക്ക് പോവാം. മാറ്റി കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ എൻ്റെ ബോട്ടിൽ ചൂടുവെള്ളം നിറച്ച് വെച്ചിരിക്കുന്നു. പിന്നെ അത് കഴിഞ്ഞ് ചായയും കൂട്ടി റസ്ക്കും തിന്ന് അപ്പോഴേക്കും ഏകദേശം ഒരു 6 മണി ആയിക്കുന്നു വീട്ടിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ ഉമ്മനെയും കൂട്ടി നേരെ ചുരം കയറി. രാവിലെ ഒരു ടൈം ആയതുകൊണ്ട് തന്നെ കോടൊക്കെ ഇറങ്ങി നിൽക്കുന്നതുകൊണ്ട് നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ കുറച്ച് ഇറങ്ങി നിൽക്കുന്ന വാഹനപ്പൊക്കെ പരിശോധിക്കാൻ വേണ്ടിയിട്ട്. ഇത് ചെക്ക് ചെയ്ത് കഴിഞ്ഞ ശേഷം നമുക്ക് ചായ അടിക്കാൻ. നമ്മൾ ചായ കുടിച്ചിട്ടില്ല, നമ്മളിങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ വാഹനപ്പൊക്കെ പരിശോധിച്ചതിന് ശേഷം ഞങ്ങൾ യാത്ര തുടങ്ങിക്കുന്നു. അപ്പോൾ കാട്ടിലേക്ക് എൻ്റർ ആകുന്നതിൻ്റെ മുന്നേ ഞങ്ങൾ ചായയൊക്കെ കുടിച്ച്. പക്ഷേ ഞങ്ങൾ പോകുന്ന അന്ന് കർക്കിടക വാവ് ബലി ഇടുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കുറേ നേരം ബ്ലോക്കിൽ പെട്ടുപോയിക്കുന്നു. അപ്പം ചായ അടിക്കുന്ന സമയത്ത് ഞങ്ങൾ കുറച്ച് മുട്ടായി വാങ്ങിന്. ഏതായാലും ബ്ലോക്കിൽ നിൽക്കുകയാണ്. അപ്പോൾ അതും തിന്ന് കുറച്ച് നേരം ടൈം അങ്ങനെ പോക്കി. അപ്പോൾ നമ്മളെ സൈഡിൽ കൂടെ ഒരാൾ ഇങ്ങനെ പോകുന്നു. അപ്പോൾ ആളെ വിളിച്ചു വരുത്തി ആൾക്കും ഒരു മുട്ടായി ഒക്കെ കൊടുത്തിരിക്കുന്നു. അങ്ങനെ 1/2 മണിക്കൂർ ബ്ലോക്കിൽ എന്നതിന് ശേഷം ഞങ്ങൾ കാട്ടിലേക്ക് എൻ്റർ അയക്കുന്നത്. അപ്പം സ്വാഭാവികമാണല്ലോ കാട്ടിൽ കയറിയാൽ മൃഗങ്ങളെ കാണുന്നുണ്ടോ എന്നുള്ളത്. അങ്ങനെ ഓരോരുത്തർ ഓരോ ഭാഗങ്ങളിലേക്ക് നോക്കി. അപ്പോഴാണ് മാൻകൂട്ടങ്ങളെ കാണുന്നത്. അങ്ങനെ അതിനെ കണ്ട് കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത്. പിന്നെ നമുക്ക് മസ്റ്റാണല്ലോ കാട്ടിലേക്ക് പോകുമ്പോൾ ആനനെ കാണണം എന്നുള്ളത്. അങ്ങനെ കുറേ നോക്കിയിട്ട് ആനനെ കാണുന്നില്ല. ലാസ്റ്റ് കാട് കയ്യാനായപ്പോൾ ആനനെയും കണ്ട്. ആനനെ കണ്ടപ്പോഴേക്കും നല്ല സന്തോഷമായി. അങ്ങനെ കാടൊക്കെ കഴിഞ്ഞപ്പോൾ ഫേമസ് ആയി എല്ലാവരും പ്രിയദർശിനിയിലൊക്കെ കയറി പോകുന്ന സ്ഥലത്തേക്ക് ഞങ്ങളുമായിട്ട് പോയി. ഗുണ്ടിൽപേട്ടക്ക് നല്ല പൂക്കളൊക്കെ ആയി നല്ല ഭംഗിയുണ്ടായിരുന്നു കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മളെ മെയിൻ പരിപാടിയിലേക്ക് നമ്മൾ പോയി ഫോട്ടോ എടുക്കൽ. ഓരോരുത്തർ നടന്നു വരുന്നതായി ചെസ് നമ്പർ 1 ചെസ് നമ്പർ 2 ആയിട്ട് ഇത് ഇപ്പോൾ വരും ഗൈസ്. പിന്നെ ഒരുപാട് കൃഷികൾ പോലും ചെയ്ത് വെച്ചു. നമ്മളെ ചെറിയുള്ളി, ചോളം, അതൊക്കെ നല്ല രസമുണ്ടാവും ഒക്കെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ഗുണ്ടിൽപേട്ടാണ്. നമ്മൾ ഇവിടുത്തതൊക്കെ ഏകദേശം കണ്ട് കഴിഞ്ഞു. നമുക്ക് മുന്തിരിത്തോട്ടത്തേക്ക് പോവാം. തേനീ ചന്തയിൽ ഞങ്ങൾ ഇവിടുന്ന് ഒരു ചെടി എടുക്കുന്ന കണ്ടിട്ട് മൂപ്പര് പറഞ്ഞ് നല്ല തന്നെ പറിച്ചോന്ന്. അങ്ങനെ മഞ്ഞച്ചട്ടി പറിച്ചെടുത്ത സമയത്ത് ഉമ്മക്ക് ഓറഞ്ചും വേണം പോലും. അങ്ങനെ അതും മൂപ്പര് പറിച്ചെടുത്ത്. സാധാരണ അങ്ങനെയൊന്നും പൂക്കളൊന്നും പറിക്കാൻ പാടില്ല, നമ്മൾ പൈസ കൊടുക്കേണ്ടതാണ്. പക്ഷെ മൂപ്പര് നല്ല മനസ്സുകൊണ്ട് മൂപ്പരൊക്കെ പറിച്ചു കൊടുത്തിട്ടോ. ഒരു പൂതന്നാൽ നീ എൻ്റെ കൂടെ പോരുമോ. അങ്ങനെ അവിടെ നിന്നൊക്കെ ഇറങ്ങി നമ്മൾ നേരെ അടുത്തത് വന്നത് മുന്തിരിത്തോട്ടത്തിലേക്കാണ് ഗൈസ്. നമ്മളപ്പം മുന്തിരിത്തോട്ടത്തേക്ക് പോവുകയാണ്. അവിടാണ്. അങ്ങനെ മുന്തിരിത്തോട്ടത്തിലേക്ക് കയറിയപ്പോൾ 4 ആൾ 4 വൈക്കിലേക്ക് പോയി ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൽ പറയുന്ന കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നോടായിരിക്കും പറയുന്നത്. അങ്ങനെയാണ് ഞാൻ തിരിഞ്ഞു നോക്കുന്നത്. ഞാൻ നോക്കുമ്പോൾ മുന്തിരിൻ്റെ അടുത്ത് നിന്ന് എല്ലാവരും ഫോട്ടോയും വീഡിയോ എടുക്കുന്നു. അപ്പോൾ ഞാനും വിചാരിച്ച് എനിക്കോ ഒന്ന് എടുക്കാമെന്ന് കരുതിയിട്ടൊരു വീഡിയോ ഞാനും എടുത്തു. അതാ പറിക്കല്ലേ. ഇനി അടുത്ത മുന്തിരിത്തോട്ടത്തിലെ ഫോട്ടോഷൂട്ടാണ് ഗൈസ് നിങ്ങൾ കാണുന്നത്. അങ്ങനെ എല്ലാവരും മുന്തിരീനൊക്കെ നോക്കി ഫോട്ടോ എടുക്കുന്ന സമയത്ത് ഞാനും 2 മുന്തിരീൻ്റെ അടുത്തുനിന്ന് വീഡിയോ ഒക്കെ എടുത്ത സമയത്ത് ഒരു മുന്തിരിൻ്റെ കയ്യിലേക്ക് പോകുന്നു ഗൈസ്. ഭാഗ്യത്തിനാരും കണ്ടില്ല. പിന്നെ അവിടുന്ന് പുറത്തിറങ്ങിയ സമയത്ത് ഒരുപാട് കച്ചവടക്കാരുണ്ടായിരുന്നു. ഐസ്ക്രീമിൻ്റെയോ മാങ്ങൻ്റെയോ ചോളോ എല്ലാത്തിൻ്റെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ മാങ്ങ വാങ്ങി. പിന്നെ മാങ്ങ ഞാനതിന് വാങ്ങിയതുകൊണ്ട് കയ്യിന് ബലമില്ലാത്തതുകൊണ്ട് 2 എണ്ണം ചാടി പോവുകയും ചെയ്തു.
കവറില്ല അതാ. അങ്ങനെ ഞങ്ങൾ മാങ്ങ തിന്നെടുക്കുന്ന സമയത്താണ് ഇതാ അവിടെയും എൻ്റെ കൂട്ടുകാരത്തികൾ അങ്ങനെ ഓല് വർത്താനൊക്കെ പറഞ്ഞു. പിന്നെ ഓല് പൊരക്കാരെല്ലാവരും ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഓല് മുന്തിരിത്തോട്ടത്തിൻ്റെ ഉള്ളിലേക്ക് പോയിക്കുന്നു. എന്താ ചെയ്യുക, നമ്മൾ മാങ്ങ തിന്നുകൊണ്ട് തന്നെ നാത്തൂനും മാങ്ങയും ചോളൊക്കെ വാങ്ങിക്കുന്നു കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ പോകുന്ന സമയത്താണ് വത്തക്ക കിലോ 15 എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് വത്തക്ക എടുക്കുകയും ചെയ്തിരിക്കുന്നു. അവിടെ നിന്ന് നല്ല വത്തക്ക കേട്ടോ. നമ്മൾ അവിടെ നിന്ന് റിട്ടേൺ പോകുന്ന വഴിക്ക് ഒരു കരിമ്പ് ജ്യൂസും കുടിച്ച് അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോകുന്ന സമയത്ത് കാടെത്തുന്നതിൻ്റെ മുന്നുള്ള സ്ഥലത്തും കുറച്ച് നേരം നിർത്തി അവിടെ നിന്നീനു കേട്ടോ. അപ്പോൾ അവിടെ കുറച്ച് നേരം ഇങ്ങനെ നിന്ന് അപ്പോഴാണ് ഇതാ പ്രിയദർശിനിയിൽ നിറച്ചും ജനങ്ങളെ കാണുന്നത്. അങ്ങനെ നമ്മൾ വരുന്ന വഴിക്ക് റംബുട്ടാനൊക്കെ വാങ്ങി അത് കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിക്കാൻ കയറി. ഭയങ്കര വെയിലായിരുന്നു അങ്ങോട്ടേക്കൊക്കെ, അതുകൊണ്ട് നല്ല വിശപ്പുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് നമ്മൾ നേരെ റിട്ടേൺ പോയി. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനൽ ഉണ്ട്, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ശരി, ടാറ്റാ.